ഹായ് എവരി വൺ, ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വലിയ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ആരുടെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ആദിയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ ആദിക്ക് ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും നമ്മൾ വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല. ഒരു കേക്ക് കട്ടിങ് പോലും നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞു ആദ്യം ഏത് ഫ്ലേവർ മേടിക്കണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ അവനാണെങ്കിൽ ശബരിമലയിൽ പോകാൻ വേണ്ടിയുള്ള വ്രതത്തിലാണ്. അപ്പോൾ നമ്മൾ കേക്ക് എഗ്ലെസ് കേക്ക് മേടിക്കണം, പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് പറ്റില്ല, നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ എന്നാൽ ശരി വേണ്ട, എന്നാൽ അവിടെ നിന്നൊക്കെ പോയിട്ട് ശബരിമലയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്കൊരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ചേച്ചിയും ചേട്ടനും മോനും കൂടി വന്നത്. ചേച്ചിയും ചേട്ടനും മോനും എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും ബ്രദറും വൈഫും മോനും, അതായത് അവൻ്റെ വലിയച്ഛനും വലിയമ്മച്ചിയും അവൻ്റെ ബ്രദറും കൂടി വന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ അപ്പം അവരൊരു കേക്കൊക്കെ ആയിട്ട് വന്നു. ചേട്ടൻ്റെ മോൻ്റെ പേര് ശ്രീഹരി എന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ഏജാണ്, ഒരേ മാസത്തിൽ ദിവസങ്ങളുടെ വ്യത്യാസമാണ്. ഇവൻ ആദ്യം ഏപ്രിൽ 7th, ശ്രീ ഏപ്രിൽ 30th. അപ്പോൾ ഇവർ രണ്ടുപേരും അപ്പം അങ്ങനെ ശ്രീയും കൂടെ വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. മമ്മിയും വന്നു, മമ്മിയും ജോയിൻ ചെയ്തു. എല്ലാവർക്കും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ട് നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ടാണ്, ഒരേ വീടുകളിലായിരുന്നു, മുകളിലും താഴെയായിട്ട് ഞങ്ങൾ താമസിക്കുമായിരുന്നു. ആ സമയത്ത് ഇവർ കുട്ടികളായിരുന്ന സമയത്തേ എന്ത് രസമായിരുന്നു. ഇവരുടെ ബർത്ത്ഡേ വരുമ്പം ഇവരെന്ത് കുഞ്ഞു കുട്ടികളായിരുന്നു. ആ സമയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എന്ത് വേഗമാണ് കുട്ടികൾ വലുതാവുന്നതെന്ന്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആദവിന് ഭയങ്കര പിണക്കമായിരുന്നു കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ, ചേട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ. അങ്ങനെ ചേട്ടൻ്റെ അവസാനം അവന് മനസ്സിലായി ചേട്ടൻ്റെ ആണെന്ന്. അവൻ ഓക്കെ ആയി വന്നിട്ട് ചേട്ടൻ്റെ മുഖത്ത് ഇങ്ങനെ കേക്ക് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തേച്ച് കൊടുത്തിട്ട് ശകലം കേക്ക് വായി വെച്ച് കൊടുത്ത കേട്ടോ. ആദ്യം അവൻ്റെ കയ്യിലൊരു കടി അടിച്ചു. അവന് വേടിച്ചു, ജസ്റ്റ് ഫണ്ടിന് കടിച്ചതാണ്. അത് കഴിഞ്ഞ് അവനൊരു ചെറിയ പിണക്കം ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ ആയിരിക്കണം, അവന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തൊക്കെയാണ്. അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് തിരിച്ച് ആദ്യം തേച്ച് കൊടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളൊരു മുഖമൊക്കെ ഒന്ന് തുടച്ച് കഴുകി കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവനെ ഹാപ്പിയായി. പിന്നെ പറഞ്ഞു ചേട്ടൻ, അപ്പം നമ്മൾ പറഞ്ഞു അതിന് കേക്ക് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പിണക്കമായിരുന്നു കേട്ടോ. കട്ട് ചെയ്യുന്ന സമയമായപ്പോൾ ആളവിടെ നിന്ന് അങ്ങ് എസ്കേപ്പായി. അത് കഴിഞ്ഞത് അവൻ കട്ട് ചെയ്യുവാണ്. അങ്ങനെ അവൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ശ്രീക്ക് വെച്ച് കൊടുക്കുക വായിലേക്ക്. ശ്രീ ചേട്ടയ്ക്ക് കൊടുക്കുമോയെന്ന് ചോദിച്ചു. കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീ ചേട്ടയുടെ വായിൽ വെച്ച് കൊടുക്കാം. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുന്ന ഒരേ ദിവസമാണ്. ആദവിൻ്റെയും ശ്രീയുടെയും ബർത്ത്ഡേ വരുന്ന ഒരേ ദിവസം കേട്ടോ. ഏപ്രിൽ 30th ആണ് ഇവരുടെ ബർത്ത്ഡേ. ആ സമയമാകുമ്പോൾ ആക്ച്വലി ഞങ്ങൾ ബാംഗ്ലൂരിൽ കാണില്ല കേട്ടോ, നാട്ടിലായിരിക്കും. ശ്രീയും നാട്ടിലായിരിക്കും ബർത്ത്ഡേ. എപ്പോഴും അങ്ങനെയാണ്. ഇവരുടെ ബർത്ത്ഡേ സമയത്ത് ഞങ്ങൾ എപ്പോഴും നാട്ടിലായിരിക്കും. ഏപ്രിൽ എൻഡ് ആവുമല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ നാട്ടിലായിരിക്കും. അങ്ങനെ അവൻ്റെയും ശ്രീയുടെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി വന്നു. ഞങ്ങൾ പുറത്തുനിന്നൊന്നും ഫുഡില്ല, വീട്ടിൽ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാവരും ഇരുന്ന് കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ആക്ച്വലി. അങ്ങനെ എല്ലാവരും കൂടി നല്ലൊരു ഈവനിങ് എല്ലാവരും നല്ലൊരു ഈവനിങ് ആയിരുന്നു. എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് അവർ പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.